ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 1, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്നത് വാർധ പദ്ധതി. നമ്പർ 4, അധ്യാപക ദിനം സെപ്റ്റംബർ 5. 5, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം യജുസാറ്റ് 2004. സർവശിക്ഷാ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് 2001. ഇന്ത്യയിലാദ്യമായി DPP ആരംഭിച്ചത് 1994 ഉത്തർപ്രദേശിൽ. ഇന്ത്യയിലാദ്യമായി DPP ആരംഭിച്ചത് 1994 ഉത്തർപ്രദേശിൽ. നമ്പർ 8, ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1988. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1988. ഗ്രാമീണ മേഖലയിലെ മികവ് പുലർത്തുന്ന കുട്ടികൾക്കു വേണ്ടി രൂപം കൊണ്ട വിദ്യാലയങ്ങളാണ് നവോദയ വിദ്യാലയങ്ങൾ. ഗ്രാമീണ മേഖലയിലെ മികവ് പുലർത്തുന്ന കുട്ടികൾക്കു വേണ്ടി രൂപം കൊണ്ട വിദ്യാലയങ്ങളാണ് നവോദയ വിദ്യാലയങ്ങൾ 1987. നമ്പർ 10, അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഡോക്ടർ S. രാധാകൃഷ്ണൻ. നമ്പർ 11, SSAയുടെ പൂർണ്ണ രൂപം സർവശിക്ഷ അഭിയാൻ. നമ്പർ 12, രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിദ്യാകേന്ദ്രം ശാന്തി നികേതൻ. ആൻസർ ശാന്തി നികേതൻ. നമ്പർ 13, ശാന്തി നികേതൻ്റെ ഇപ്പോഴത്തെ പേര്? ആൻസർ വിശ്വഭാരതി സർവകലാശാല. ശാന്തി നികേതൻ്റെ ഇപ്പോഴത്തെ പേര് വിശ്വഭാരതി സർവകലാശാല. നമ്പർ 14, പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ. പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ. ആൻസർ നളന്ദ, തക്ഷശില, വിക്രമശില. നളന്ദ, തക്ഷശില, വിക്രമശില. നമ്പർ 15, ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച വർഷം 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.